ഇന്ന് ഞാനൊരു കഥ പറയാം. ഒരു ശരത്കാലത്തിലെ പ്രഭാതത്തിൽ ന്യൂയോർക്കിലെ 32-ാം നമ്പർ തെരുവിലെ ഒരു ഷോപ്പിലേക്ക് 5000-ത്തിലധികം ആളുകൾ ഓടിയെത്തുകയാണ്. ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ടാണ് അവർ വന്നത്. അവസാനം തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ 50-ലധികം NYPD ഓഫീസർമാർ അവിടെ നിയോഗിക്കപ്പെടുകയാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഐഫോണിന്റെ ഫസ്റ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമായിരിക്കും. എന്നാൽ ഞാൻ ഈ പറഞ്ഞ കാര്യം സംഭവിക്കുന്നത് ഇന്നേക്ക് 80 വർഷങ്ങൾ മുമ്പ് 1945 ഒക്ടോബർ 29-നായിരുന്നു. ഇത് വാങ്ങാനായിരുന്നു അത്രയധികം പേര് അവിടെ എത്തിയത്. 045 റൈനോൾഡ്സ് ഫൈൻ കാർബുറെ, ലോക പ്രശസ്തമായിട്ടുള്ള ഒരു ബോൾ പെൻ. ലോകത്തിന് ഇത്രയും പരിചിതമായിട്ടുള്ള ഒരു ബോൾ പെൻ ഉണ്ടെന്ന് തോന്നില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ലോകത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യ ബോൾ പേനകൾ ഒന്നാണിത്. ഈ പേനയിലെ ആദ്യത്തെ 045 സൂചിപ്പിക്കുന്നത് 1945-നെയാണ് ഈ പേന പുറത്തിറങ്ങിയ വർഷം. മിൽട്ടൺ റൈനോൾഡ്സ് ആണ് ഈ പേന നിർമ്മിച്ചത്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഇന്നും ഈ കമ്പനി അറിയപ്പെടുന്നത്. അതാണ് ഇവിടെ റൈനോൾഡ്സ് എഴുതിയിരിക്കുന്നത്. ഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.7 mm ഫൈൻ റൈറ്റിംഗ് ആണെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഈ കാർബുറെ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടങ്സ്റ്റൺ കാർബൈഡിനെയാണ്. വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള ഹാർഡ് ആയിട്ടുള്ള ഒരു മെറ്റൽ ആണ്. അതുകൊണ്ടാണ് ഇതിന്റെ ടിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തത് ന്യൂ ലേസർ ടിപ്പ് എന്നുള്ളതാണ്. ഈ പേനയുടെ ടിപ്പ് ഹോൾ ലേസർ പ്രിസിഷനിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്മൂത്ത് റൈറ്റിംഗ് ആണ് ഈ പേനയുടെ പ്രത്യേകത. നമ്മുടെയൊക്കെ അച്ഛനമ്മമാരോട് ചോദിച്ചാൽ അറിയാം, അവരുടെയൊക്കെ കുട്ടിക്കാലത്ത് ഫൗണ്ടൻ പേനകളാണ് അധികം ഉണ്ടായിരുന്നത്. അവരന്ന് കണ്ടു കൊതിച്ച പേനകളിലൊന്നാണ് ഈ റൈനോൾഡ്സ് പെൻ. 2 തലമുറകളെ വാർത്തെടുത്ത ഒരു പേനയാണ്. അത്രയും ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ക്രിക്കറ്റ് ദൈവം സച്ചിൻ ടെണ്ടുൽക്കർ ആയിരുന്നു ഈ പേനയുടെ പരസ്യത്തിൽ. 2023 ഈ പേനയുടെ ഉൽപാദനം നിർത്തുന്നു എന്നുള്ള ഒരു വ്യാജ വാർത്ത റൈനോൾഡ്സ് പ്രേമികൾക്കിടയിൽ കുറച്ച് വിഷമം ഉണ്ടാക്കി എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇന്നും വാങ്ങാൻ കഴിയുന്ന 80 വർഷത്തെ പാരമ്പര്യം പേറുന്ന ഒരു പേനയാണിത്. ഇപ്പോൾ 10 രൂപയ്ക്കാണ് ഈ പേനയുടെ വില. ഈ 3 കളറുകളിലെ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളൂ. ദ പവർ ഓഫ് ദ പെൻ ഈസ് നോട്ട് ഇൻ ദ കളർ ഓഫ് ദ ഇങ്ക് ഇറ്റ് സ്പിൽസ് ബട്ട് ദ പവർ ഓഫ് ദ വേർഡ് ദാറ്റ് സ്പെൽസ്. അതായത് നിങ്ങളുടെ പേന പടർത്തുന്ന മഷിയുടെ നിറത്തിലല്ല കാര്യം, പകരം അതുകൊണ്ട് എഴുതുന്ന വാക്കുകളുടെ ശക്തിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കില്ല കേട്ടോ.